നമ്മുടെ നാട്ടിലോ വീട്ടിലോ അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ റിട്ടയർ ആയതിനു ശേഷമുള്ള ആൾക്കാരില്ലേ, നിങ്ങളൊന്ന് നോക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു 2 കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാവാനാണ് അവർ സാധ്യത. ഒന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ലൈഫ് അവർ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് മുന്നേരം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കവലയൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയിട്ട് കൂട്ടുകാരോട് കൂടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ടീംസ്. രണ്ടാമത്തെ ടീംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് ആയാലും അവർക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് വേറെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ട് അപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. ഈ ഒരു ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരായിരിക്കും അവർ. നിങ്ങളതിനൊന്ന് ഓർത്ത് നോക്കി. ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരിൽ എപ്പോഴും എന്താ പറയുക, അവരുടെ മൈൻഡും ബോഡിയും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നത് ആരായിരിക്കും? ഓഫ് കോഴ്സ് സെക്കൻഡ് കാറ്റഗറി ആയിരിക്കും. കാരണം നമ്മളുണ്ടല്ലോ, നമ്മൾക്ക് ഈ ജപ്പാൻകാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അതിൽ ചില 90-95 വയസ്സായിട്ടുള്ള അമ്മാമി അപ്പാപ്പനെയൊക്കെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പണി സാധനങ്ങളുമായിട്ട് അവരവരുടെ പറമ്പിൽ പോവും. പിന്നെ അവിടെ കൃഷി, ഓരോന്ന് നടുന്നത്, ഓരോന്ന് പറിക്കൽ, അങ്ങനെയായിട്ട് അവർ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മളെപ്പോഴും എപ്പോഴും പറയില്ലേ, പണ്ടത്തെ ആൾക്കാരെക്കാട്ടിലും ആരോഗ്യം കുറവാണ് പുതിയ തലമുറയ്ക്ക്. കാരണം എന്താണ്? നമ്മൾ പഴയ ആൾക്കാരെ പോലെ നമ്മുടെ ശരീരം അനക്കുന്നില്ല. ഇപ്പം ഞാനായിരുന്നെങ്കിലും ജോലിക്ക് പോകുമ്പോൾ 9 to 6 എന്ന് പറയുന്നത് എനിക്ക് ഒരു കസേരയിൽ ഇരുന്നിട്ടുള്ള ജോലിയായിരുന്നു. ഇപ്പം മിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പഴയ പോലത്തെ ആൾക്കാരുടെ അത്ര ആരോഗ്യമൊന്നും ഇല്ലാത്തത്. അപ്പം എത്രത്തോളം നമ്മൾ നമ്മുടെ ബോഡി ആക്റ്റീവാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ അത്രത്തോളം അടിപൊളിയായിട്ടിരിക്കും. നമ്മുടെ നാട്ടിലേക്ക് ഒരു പഴഞ്ചൊല്ലില്ലേ, പയ്യെ തിന്ന പനയും തിന്നാമെന്ന്. ഞാൻ എൻ്റെ കെട്ടിയവരെടുത്തെങ്ങാനും ഈ പഴഞ്ചൊല്ലി പറഞ്ഞ് എൻ്റെ ഏട്ടൻ എന്താ പറയാമെന്നറിയോ? ആവശ്യത്തിന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇനി എനിക്ക് പന തിന്നേണ്ട ആവശ്യമില്ലാന്ന്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി ഒന്നും ഇല്ല കേട്ടോ. ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? നമ്മളിപ്പം ലൈഫിൽ എന്തു സംഭവമാണെന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്ക് പിടിച്ച് ഭയങ്കര വെപ്രാളപ്പെട്ടതൊക്കെ ചെയ്താലുണ്ടല്ലോ, നമ്മളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അതനുസരിച്ചിട്ട് അവിടെ കുറയാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമ്മളതിനൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു ദിവസം രാവിലെ ഭയങ്കര ഹറിബറിയായിട്ട് വെപ്രാളപ്പെട്ട് തിടുക്കം കൂട്ടിയിട്ടൊക്കെയാണ് ഒരു ദിവസം കുക്കാക്കണമെന്നുണ്ടെങ്കിൽ ആ കറി ഒരു 80% വേണ്ട 90% ഫ്ലോപ്പ് ആവാനല്ലേ ചാൻസ്. പക്ഷെ അതേസമയം നമ്മൾ ഭയങ്കര സമാധാനത്തിൽ പയ്യെ ആസ്വദിച്ചിട്ടൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ സൂപ്പറായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ടൊക്കെ വീടൊക്കെ പണിയാൻ പറ്റും. മേ ബി ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മളൊരു വീട് പണിയുമ്പോൾ പോലും ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ഓരോന്നൊക്കെ അടിത്തറ കെട്ടി പയ്യെ സിമെൻ്റൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ പണിതല്ലേ ഭയങ്കര സൂപ്പർ വീടാക്കിക്കൊണ്ട് വരണേ. നമ്മൾ ധൃതിപ്പെട്ടിട്ട് ഇത്ര ദിവസം കൊണ്ടൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേസ്ത്രിമാരും വരേണ്ട കോൺട്രാക്ടർമാരൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉഴപ്പൊക്കെ കാണിക്കില്ലേ? അപ്പോൾ ആ വീടിന് അത്ര ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. അത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും പയ്യെ സാവധാനത്തിൽ ധൃതിയൊന്നും പിടിക്കാണ്ട് നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് കളറായിരിക്കും. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്, അതായത് എന്ത് കാര്യങ്ങളും നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ട് പോയി പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല, എല്ലാ ഫ്രണ്ട്സിനോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതായത് ചില ആൾക്കാരുണ്ട്, ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു തോട്ടുണ്ടാവും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും. ആ ഒരു ചിന്ത വരാത്ത നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തെണ്ടിത്തരം ചെയ്തിട്ടാണ് ുണ്ടെങ്കിലും അത് പറഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ട് നമ്മളെ നോക്കുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ വേണം. അങ്ങനെ ഓർമ്മയുണ്ടല്ലോ, നമ്മളിങ്ങനെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവിടെ പോയി പറയും. അവിടെ അടുത്തുനിന്ന് സൊല്യൂഷൻ കിട്ടിയിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷെ നമ്മൾ അവിടെ പോയി പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആളില്ലെങ്കിലുണ്ടല്ലോ ഇരുന്ന് അത് മനസ്സിൽ വെച്ച് വലിയ പ്രശ്നങ്ങളായിട്ട് വരും. നമ്മുടെ ലൈഫ് ഒരിക്കലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ഒരാളെടുത്ത് പോയി ഷെയർ ചെയ്യാൻ പറ്റാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ഭയങ്കര ആശ്വാസമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസമില്ലേ നമ്മുടെ സിനിമാ നടി ലെന എന്നല്ലേ പേര്, ആളുടെ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിനൊരു സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ഈ ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ, നമ്മളുടെ ചുണ്ടും ഇങ്ങനെ ആക്കുന്ന ആ ഒരു എക്സ്പ്രഷനില്ലേ, അതിങ്ങനെ കുറച്ച് നേരം കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് അവർ പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പേശികളൊക്കെ ഇങ്ങനെ വലിഞ്ഞിട്ട് നമുക്ക് മൈൻഡിനൊരു റിലാക്സേഷൻ കിട്ടും എന്നാണ് കേട്ടോ. സത്യമാണ്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല, ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഇവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരിക്കും. അതായത് നമ്മൾ കുറേ ആൾക്കാരുണ്ട്
എപ്പോഴും നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നവർ. അങ്ങനെയുള്ള ആൾക്കാർ, ഞാനടക്കം, നമ്മളൊന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെക്കാട്ടിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും ഈ പ്രശ്നത്തിൻ്റെ പിറകെ പോയിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നന്ദി പറയുക. പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക. ചിരിച്ച ആയുസ് കൂടുമെന്ന് പറയൂലേ, ആയുസൊക്കെ കൂടട്ടെ. ഉള്ളതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ് നമുക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവന്മാർ എല്ലാ ദിവസവും ഉണ്ടല്ല വെളിയിൽ കുറച്ച് നേരം ഇങ്ങനെ പ്രകൃതിയുമായിട്ടൊന്ന് ഇടപഴകാൻ വേണ്ടിയിട്ട് പോകും. അത് നമ്മളും നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ആക്കിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എനിക്ക് പറ്റാറൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് ഞാൻ വെളിയിൽ പോയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പോകാറുള്ളൂ. വീട്ടിൽ തന്നെയാണ് വല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാറ്. പക്ഷേ അങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ ആകാശത്തൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം നമ്മൾ പൂവും ചെടിയൊക്കെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. ഈവൻ നമ്മളുടെ മൈൻഡ് ഡള്ളായിട്ടിരുന്നാലും ഒന്ന് പുറത്ത് പോയിട്ട് ഇതൊക്കെ കണ്ട് കുറച്ച് കിളികളെയും പൂവും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ആക്റ്റീവായിരിക്കൂലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു അരമണിക്കൂർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമല്ലേ. പിന്നെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണമെങ്കിൽ വയറിഞ്ഞ് കഴിക്കണം. ഇത് ഈ ജപ്പാൻകാരുടെ എന്ത് വീഡിയോസ് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ വരണ ഒരു മെയിൻ കണ്ടൻറ്റാണ്. കാരണം അവർ അത്രയ്ക്കും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ് 80% മാത്രം വയറ് നിറയ്ക്കാന്നുള്ളത്. പക്ഷെ നമുക്കൊക്കെ അത് ഇച്ചിരി പണിയാണ്. എന്താണെന്ന് അറിയില്ല. നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഇരുന്ന് തിന്ന് പോകില്ലേ. അവരും എത്രയൊക്കെ ടേസ്റ്റുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് 80% മാത്രം വയറ് നിറയ്ക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ചുറുചുറുക്കോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവരൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെയും എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിൻ്റെയും വേറൊരു രഹസ്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അവിടെയുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഇക്കിഗായ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. എന്തായിരുന്നു വിഷയത്തിൽ നിന്ന് തന്നെ മാറി. അതായത് പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കാം. അതായത് പാസ്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിച്ച് സങ്കടപ്പെടേണ്ട, അതായത് കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടേണ്ട, ഫ്യൂച്ചറിനെ കുറിച്ച് ബോധേഡും ആവേണ്ട. പ്രസൻറ്റ് ലൈഫ് എന്താണോ അതിൽ എൻജോയ് ചെയ്യുക. ഈ പറയണ പോലെ നാളെ നമ്മൾ ഉണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ എന്തിനാണ് ഇനി എപ്പോഴോ നടക്കാൻ പോകുന്ന കാര്യത്തെ ഓർത്ത് ടെൻഷൻ അടിക്കണേ. കറൻറ്റ് മൊമെൻറ്റ് ഇപ്പം എന്താണോ നടക്കുന്നത് അത് ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഞാൻ ഈ കാര്യം ഇത്ര വലിയ വീരവാദത്തിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെയാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ചില സമയത്തൊക്കെ എപ്പോഴോ കഴിഞ്ഞ് കാര്യം ഓർത്തിട്ട് വെറുതെ ഇരുന്ന് മോങ്ങാറുണ്ട്. ചിലപ്പോൾ എപ്പോഴോ ഇനി നടക്കാൻ പോകുന്നത് നടക്കുമെന്ന് പോലും അറിയില്ല. അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്ന് ഞാൻ ടെൻഷൻ അടിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതിലാണ് നമ്മുടെ വിജയം. പക്ഷെ ഞാൻ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി ഞാൻ ബെറ്റർ ആയിട്ടുണ്ട്. പണ്ട് ഞാൻ ഇതിനേക്കാളേറെ ശോകമായിരുന്നു. എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന് സങ്കടപ്പെടുമായിരുന്നു. പക്ഷെ നല്ല മാറ്റമുണ്ട്. അപ്പം നിങ്ങൾക്കും മാറ്റം ഉണ്ടാവട്ടെ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തർ ജനിച്ച് വീഴുമ്പോഴും എല്ലാ ആൾക്കാർക്കും ഓരോരോ കഴിവുകളുണ്ട്. ഒരു കഴിവില്ലാത്ത ഒരു കുഞ്ഞു പോലും ഈ ലോകത്തില്ല. ആ കഴിവെന്താണെന്ന് കണ്ടുപിടിക്കുക. മേ ബി അതായിരിക്കും നമ്മുടെ ഈ ഒരു ഇക്കിഗായ്, നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. അതൊക്കെ കണ്ടുപിടിച്ച് അതിനെ കുറച്ച് പൊടി തട്ടി എടുത്ത് വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് പുഷ്പിച്ചെടുക്കുക. അപ്പോൾ ഇതെനിക്ക് ഈ ഒരു ടോപ്പിക്ക് ഞാനിത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ TV സ്റ്റാൻഡ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പുസ്തകം ഞാനിത് 1-2 തവണ വായിച്ചിട്ടുണ്ട് വാങ്ങിച്ചേ. പിന്നെ അപ്പോൾ ഇതിങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറിച്ച് നോക്കി കഴിഞ്ഞപ്പം ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽ പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഇതങ്ങ് നിങ്ങളുടെ അടുത്ത് ഷെയർ ആക്കാമെന്ന്. ആ പുസ്തകം വായിക്കാത്തവരൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സൂപ്പർ പുസ്തകമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.